Hi everyone, welcome back to Grow Malayalam. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പല കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം ഇവരുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഇവരുടെ വലിയൊരു പോർഷൻ ക്യാഷും ഇൻവെസ്റ്റ്മെന്റ്സും ആയിരിക്കും, ബിസിനസിന്റെ ആക്ച്വൽ വിലയാവില്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 5000 കോടിയാണെങ്കിൽ അതിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2500 കോടിയിലധികം ക്യാഷും ഇൻവെസ്റ്റ്മെന്റ്സും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്സ് അവർക്കൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇത്രയും അധികം ക്യാഷ് ഉള്ളപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള 3 കമ്പനീസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ക്യാഷും ഇൻവെസ്റ്റ്മെന്റ്സും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ. സോ ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി സൺഫ്ലാഗ് അയൺ ആൻഡ് സ്റ്റീൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സൺഫ്ലാഗ് അയൺ ആൻഡ് സ്റ്റീൽ സൺഫ്ലാഗ് ഗ്രൂപ്പിന്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു കമ്പനി 1984 തുടങ്ങിയത്. അപ്പോൾ കമ്പനി അവരുടെ പ്രവർത്തനം 1989 സ്റ്റീൽ പ്രൊഡ്യൂസർ ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അവർ കാർബൺ, അലോയ്, ബില്ലറ്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് ഓട്ടോമോട്ടീവ് സെക്ടറിലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, അതായത് ട്രാൻസ്മിഷൻ ഗിയേഴ്സ്, എക്സോ സിസ്റ്റത്തിലൊക്കെ. അപ്പോൾ ഇവരുടെ ക്ലയൻസിൽ വരുന്നതാണ് ഇന്ത്യൻ റെയിൽവേസ്, ഓർഡിനൻസ് ഫാക്ടറീസ്, അതുപോലെ വലിയ OEMs ലൈക്ക് TVS, മാരുതി സുസുക്കി, ഫോർഡ് ഒക്കെ. ഇൻഫാക്ട് ഇവരുടെ ടോപ്പ് 10 കസ്റ്റമേഴ്സ് എന്നുള്ള കോൺട്രിബ്യൂഷൻ അറൌണ്ട് 25 മുതൽ 30%. അപ്പോൾ കമ്പനിക്ക് മഹാരാഷ്ട്രയിൽ ഒരു മോഡേൺ ഇൻറ്റഗ്രേറ്റഡ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 7.5 lakh ടൺസ് പെർ ആനം എത്താറുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് 5207 കോടി രൂപയാണ്. എന്നാൽ കമ്പനി ലോയിഡ് മെറ്റൽസിൽ 11.5% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനി ഇന്ന് 79,269 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സൺഫ്ലാഗിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 8690 കോടി രൂപയോളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓൺ മാർക്കറ്റ് ക്യാപ്പിന്റെ 1.66 ടൈംസ് ആണ്. അപ്പോൾ 2025 ഫൈനാൻഷ്യൽ ഇയർ പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ക്യാഷ് ഇക്വലൻസ് കമ്പനിയുടെ ടോട്ടൽ ബാലൻസ് ഷീറ്റിന്റെ ഏകദേശം 71% വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ലോയിഡ് മെറ്റൽസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കമ്പനി സ്പോഞ്ച് അയൺ, പവർ ജനറേഷൻ അതുപോലെ മൈനിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് ഗ്രോത്ത് 113% കണ്ടത്. പ്രോഫിറ്റ് ഗ്രോത്ത് 114%, അതുപോലെ 46% ROE. അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയൊരു നമ്പർ തന്നെയാണ്. 2026 ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനി 6000 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഭാഗം ഇന്റേണൽ അക്വയൽസ് നിന്നാണ് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് കമ്പനിയുടെ 2025 ഫൈനാൻഷ്യൽ ഇയർ റവന്യൂ ആയ 6721 കോടിയേക്കാളും കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ പുതിയ അക്വിസിഷനായ ത്രിവേണി എർത്ത് മൂവേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ഗ്രോത്ത് പൊട്ടൻഷ്യലിന് സാധ്യതയുണ്ട്. അപ്പോൾ മൺസൂണിൻ്റെ ഇമ്പാക്റ്റ് കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഇവാക്വേഷൻ പൈപ്പ് ലൈൻസിനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ്റെ ഷോർട്ട് സമ്മറി. ഇനി നമുക്ക് സൺഫ്ലാഗിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ റവന്യൂ 3536 കോടി രൂപയായിരുന്നു. അപ്പോൾ ഇയർ ഓവർ ഇയർ ജസ്റ്റ് 3.5% ഗ്രോത്ത്. അപ്പോൾ 2024 ഫൈനാൻഷ്യൽ ഇയറിൽ ബ്ലാസ്റ്റ് ഫർണേസ് റീലൈനിങ് നടത്തിയത് കാരണം വോളിയം കുറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു എഫക്റ്റ് 2025 ഫൈനാൻഷ്യൽ ഇയറിലേക്കും കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് വളരെ ചെറിയ ലെവലിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3.73% വളർന്ന് ഏകദേശം 389 കോടിയിലേക്ക് എത്തി. അപ്പോൾ പ്രധാന കാരണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 3.5% വരെ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുകൊണ്ട് തന്നെ സെയിം റേറ്റിൽ തന്നെ നിലനിന്നു. എന്നാൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 12.5% കൂടി 162 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ അതർ ഇൻകം കൂടി, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റും 7% ഇടിഞ്ഞു. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ വലിയൊരു ഫ്യൂച്ചർ പ്ലാൻ ഒന്നും ഇപ്പോൾ അവർ കാണിക്കുന്നില്ലെങ്കിലും കമ്പനി ഇപ്പോൾ അവർ ഓട്ടോമൊബൈൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് എയറോസ്പേസ്, ഡിഫൻസ്, ന്യൂക്ലിയർ അതുപോലെ തെർമൽ എനർജിയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺഫ്ലാഗ് 11 മെഗാവാട്ട് കപ്പാസിറ്റിക്കായിട്ട് സൺഷ്യൂർ എനർജിക്കായിട്ട് 25 വർഷത്തെ പവർ പർച്ചേസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് കമ്പനി സൺഷ്യൂർ എനർജിയിൽ 26% സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ലോയിഡിൽ സൺഫ്ലാഗിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു വർഷത്തെ 4 ഇരട്ടിയായിട്ട് വളർന്നിട്ടുണ്ട്. കൂടാതെ കമ്പനി നെറ്റ് ക്യാഷ് പൊസിഷൻ 2024 ഫൈനാൻഷ്യലിൽ 182 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ -93 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഇതിന് കാരണം CFO 23% ഇടിഞ്ഞതാണ്. മെയിൻലി ഇൻവെന്ററി 3 ഇരട്ടിയായത് കൂടിയതുകൊണ്ട്. അത് മാത്രമല്ല ക്യാഷ് കൺവേർഷൻ സൈക്കിൾ സ്ട്രെച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേയബിൾ ഡേയ്സ് കുറഞ്ഞതുകൊണ്ടും അതുപോലെ ഇൻവെന്ററി ഡേയ്സ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഓവറോൾ കമ്പനിയുടെ ട്രെൻഡ് നെഗറ്റീവ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറച്ച് റിസ്ക്കും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ റോ മെറ്റലായ ഫെറോ അലോയ് അതുപോലെ കുക്കിംഗ് കോളൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ് മാർജിനിൽ പ്രഷർ ഉണ്ടാക്കാം. കൂടാതെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓൾറെഡി 3 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും കൂടാനായിട്ടുള്ള റിസ്ക് ഉണ്ട്. കാരണം ഹൈ വാല്യൂ സൂപ്പർ അലോയ് പ്രൊഡക്റ്റിൻ്റെ ഓർഡറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻവെന്ററി ഹോൾഡിംഗ് സൈക്കിൾ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്നത് മെയ്ത്തൻ അലോയ് ആണ്. അപ്പോൾ മെയ്ത്തൻ അലോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡിംഗ് ഫെറോ അലോയ് മാനുഫാക്ചർ ആണ്. അപ്പോൾ 3 ബൾക്ക് ഫെറോ അലോയ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫെറോ മാംഗനീസ്, സിലിക്കോ മാംഗനീസ്, അതുപോലെ തന്നെ ഫെറോ സിലിക്കോണും. അപ്പോൾ ഈ അലോയ് മെയിൻലി സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, അതുപോലെ ആൻറ്റി കൊറോഷൻ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ കമ്പനിക്ക് ടാറ്റ സ്റ്റീൽ, JSW, അതുപോലെ സെയിൽ പോലത്തെ വലിയ ക്ലയൻസോടെ 3,30,000 മില്യൺ ടൺ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ കസ്റ്റമർ ബേസിൻ്റെ 75% റിപ്പീറ്റ് ക്ലയൻസ് ആണ്. കൂടാതെ മാംഗനീസ് ബേസ്ഡ് ഫെറോ അലോയിൻ്റെ കേസിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ് ഇവർ. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ നിലവിൽ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് 3,559 കോടിയാണ്. എന്നാൽ 2025 ഫൈനാൻഷ്യൽ പ്രകാരം മെയ്ത്തൻ അലോയുടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ 3,056 കോടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 59 കോടി ക്യാഷും. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ മാർക്കറ്റ് ക്യാപ്പിന്റെ ഏകദേശം 87%. ഇനി നമുക്ക് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അപ്പം മുന്നേ ഇൻവെസ്റ്റ്മെന്റ്സ് ഏകദേശം 1,788 കോടിയായിരുന്നു. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 18 ഇരട്ടി കൂടി. അപ്പോൾ 2025 മാർച്ച് ആയപ്പോഴേക്കും 1000 കോടിയിലേക്ക് എത്തി. കൂടാതെ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് 2024 ഫൈനാൻഷ്യലിൽ 1,700 കോടിയായിരുന്നു നിന്ന് 2025 ഫൈനാൻഷ്യലിൽ പല സെക്ടേഴ്സിലായിട്ട് 1,980 കോടിയായിട്ട് എത്തി. 2025 ഫൈനാൻഷ്യലിൽ ഏകദേശം 1,205 കോടിയുടെ പ്രസന്റ് വാല്യൂടെ പല ലിസ്റ്റഡ് കമ്പനീസിലെ സ്റ്റേക്ക് അക്വയർ ചെയ്തു. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ 62% ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. 2024 ഫൈനാൻഷ്യൽ പ്രകാരം കമ്പനിയുടെ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റ് ഇതൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം. 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ സെയിൽസ് 4.6% മാത്രമാണ് വളർന്നത്. എന്നാൽ റവന്യൂ ഇപ്പോഴും 2023 ഫൈനാൻഷ്യലിനേക്കാളും താഴെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മെയിൻലി കഴിഞ്ഞ വർഷം അലോയ് പ്രൈസ് ഇടിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുപോലെ തന്നെ സെയിൽസ് വോളിയം 5% ഇടിഞ്ഞു. അപ്പോൾ എക്സ്പോർട്ട് ഷെയർ 5% നിന്ന് 4% കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് 2025 എന്താണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 52%-ലധികം കൂടി. അതുപോലെ മാർജിൻ 7% നിന്ന് 10% കൂടി. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പോൾ ഇവിടെ എക്സ്പെൻസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. പ്രത്യേകിച്ച് മെറ്റീരിയൽ കൺസ്യൂം കോസ്റ്റും എംപ്ലോയി ബെനിഫിറ്റും 6%, അതുപോലെ 18% ഇടിഞ്ഞു. എന്നാൽ ഇവിടുത്തെ റിയൽ ഗെയിം ചേഞ്ചർ അതർ ഇൻകം ആയിരുന്നു. അപ്പോൾ അതർ ഇൻകം റീവാലുവേഷൻ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഗെയിൻ കാരണം 2 വർഷത്തിൽ 10 ഇരട്ടി കൂടി. 2025 ഫൈനാൻഷ്യലിൽ അതർ ഇൻകം എന്താണ് ഇരട്ടിയായി. അപ്പോൾ ഇത് കാരണം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഒരു വർഷത്തിൽ 80% കൂടി 631 കോടിയിലേക്ക് എത്തി. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിക്ക് 2025 ഫൈനാൻഷ്യൽ മുതൽ 2027 ഫൈനാൻഷ്യൽ വരെ മെയിൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ റിന്യൂവബിൾ എനർജി പ്രോജക്ട്സിലേക്ക് 50 കോടി അലോക്കേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്റേണൽ ലിക്വിഡിറ്റി വഴി ഫണ്ട് ചെയ്തോളൂ. അപ്പോൾ ഇതിന്റെ കൂടെ ഫെബ്രുവരി 2025 ബ്രിന്നിഹാട്ട് യൂണിറ്റ് MSPCB കംപ്ലയിൻസ് ഇഷ്യൂ കൊണ്ട് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു. എന്നാൽ മാർച്ച് 2025 റിവോക്കേഷൻ കിട്ടിയതിനു ശേഷം പ്രവർത്തനം വീണ്ടും തുടങ്ങി. ഇതുകൂടാതെ കമ്പനി റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്കും കൂടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ 2025 ഫെബ്രുവരിയിൽ മെയ്ത്തൻ എലോയ്സ് ബിൽഡേഴ്സിന്റെ ഒപ്പം 73 കോടി രൂപയുടെ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 മെയിൽ അഗ്രി റിയൽ എസ്റ്റേറ്റ് സബ്സിഡറി തുടങ്ങി. ഈ ഒരു സബ്സിഡറിയിൽ നിന്ന് വെഞ്ചറിന് വേണ്ടിയിട്ട് 356 കോടി വിലയുള്ള ഒരു ഇന്റർ കമ്പനി ലോൺ സാങ്ഷൻ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ 12 മന്ത് എൻഡിംഗ് ഒക്ടോബർ 2024 പ്രകാരം ഫണ്ട് ബേസ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് യൂട്ടിലൈസേഷൻ ഏകദേശം 28% മാത്രമായിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം കമ്പനി ഇനിയിപ്പോൾ ഭാവിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതുപോലത്തെ എക്സ്പാൻഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടാകുമെന്നാണ്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ ഷോർട്ട് ടേം ബോറോയിങ്സ് 40 ഇരട്ടിയായിട്ട് കൂടി. അതുപോലെ ഇൻവെന്ററി ലെവലും 3 ഇരട്ടിയായിട്ട് കൂടി. അപ്പോൾ ഇതിന് കാരണം എലോയ്സ് ബിൽഡേഴ്സ് അതുപോലെ മെയ്ത്തൻ ഫെറോസ് പോലത്തെ സബ്സിഡറീസിന്റെ കൺസോൾട്ടേഷൻ കാരണമാണ്. അപ്പോൾ ഇത് സ്റ്റാൻഡ് അലോൺ ഇൻവെന്ററി 588 കോടിയിൽ നിന്ന് 1085 കോടിയിലേക്ക് കൂടാൻ വേണ്ടി കാരണമായി കൺസോൾട്ടേറ്റഡ് ലെവലിൽ. എന്നാൽ ഇവിടെ നമ്മൾ ബോറോയിങ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 40 ഇരട്ടിയാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം EBIT വെച്ചിട്ട് 40 ഇരട്ടിയിലധികം തവണ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കവർ ചെയ്യാമെന്നാണ്. എന്നാൽ ഇവിടെ ഇൻഡസ്ട്രി ആവറേജ് വരുന്നത് 20x മാത്രമാണ്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ 61% ഇംപ്രൂവ് ചെയ്തു. പക്ഷേ ഇവിടെ ഇന്റേണൽ പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ CFO നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ CFO/EBITDA റേഷ്യോ -3.5 നിന്ന് 0.2 ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനിയുടെ EBITDA ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. മെയ്ത്തൻ അലോയ് പോലത്തെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ബിസിനസിന്റെ ഒരു ഇമ്പോർട്ടന്റ് മെട്രിക് ആണ് ഇത്. അപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഒരു മെയിൻ കാര്യം റിസീവബിൾസ് 8.4 ഇരട്ടിയായിട്ട് കുറഞ്ഞതുകൊണ്ടാണ്. കൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 84% കൂടിയതും അതുപോലെ പേയബിൾസ് നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടായത്.
എന്നാലും ഇവിടെ മേജർ ഇൻവെസ്റ്റ്മെന്റ്സ് കാരണം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലുള്ള ക്യാഷ് ഫ്ലോ 591 കോടിയിലേക്ക് കുറഞ്ഞു. എന്നാൽ ഇവിടെ 568 കോടി ഫ്രഷ് ബോറോയിങ്സ് കൊണ്ട് അത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെന്ററീസ് കൂടിയതുകൊണ്ട് ഇൻവെന്ററി ഡേയ്സ് 2.7 ഇരട്ടിയായിട്ട് വളർന്നു. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 188 ദിവസത്തിൽ നിന്ന് 374 ദിവസത്തേക്ക് കൂടി. അപ്പോൾ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രെസ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ മാംഗനീസ് അലോയിൻ്റെ വില നല്ലപോലെ ഇടിഞ്ഞു. ഇപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റിനേക്കാളും കൂടുതൽ ഇടിഞ്ഞു. അപ്പോൾ ഇത് മാർജിനിൽ പ്രഷർ ഉണ്ടാക്കി. ഇപ്പോൾ താരിഫ് റിവിഷനും അതുപോലെ ഫ്യൂൽ ആൻഡ് പവർ പർച്ചേസ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് കാരണം പവർ കോസ്റ്റ് പെർ ടണ്ണും കൂടി. അപ്പോൾ ഭാവിയിലും ഇതുപോലെ ലോ ലെവൽ പെർഫോമൻസ് ആണ് കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ഷാർപ്പ് ഇംപ്രൂവ്മെന്റ് വരാനുള്ള സാധ്യത ഇവിടെ കുറവാണ്. കൂടാതെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വീണ്ടും സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓവറോൾ ഫൈനാൻഷ്യൽ പ്രഷർ കൂട്ടാം. ഇനി അടുത്ത കമ്പനി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ അതുപോലെ നാച്ചുറൽ ഗ്യാസിന്റെ എക്സ്പ്ലോറേഷൻ, ഡെവലപ്മെന്റ് അതുപോലെ പ്രൊഡക്ഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് എനർജി PSU ആണ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് LPG പ്രൊഡക്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ, അത് റിന്യൂവബിൾ എനർജി ജനറേഷനും എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ 2023 കമ്പനിക്ക് മഹാരത്ന സ്റ്റേറ്റസ് ലഭിച്ചു. അപ്പോൾ കൺസോളിഡേറ്റ് ലെവലിൽ അവർ സബ്സിഡറിയായ നുമാലിഗർ റിഫൈനറി 25,147 കോടി ഡൗൺ സ്ട്രീം റവന്യൂവിലേക്ക് ഉണ്ടാക്കി. അപ്പോൾ ടോട്ടലിന്റെ ഏകദേശം 54%. അപ്പോൾ മെയിൻ റവന്യൂ ക്രൂഡ് ഓയിൽ നിന്നാണ് വന്നത്, ഏകദേശം 33%, അതായത് 15,740 കോടി രൂപ. അത് കഴിഞ്ഞ് ഏകദേശം 11% നാച്ചുറൽ ഗ്യാസ് റവന്യൂ 5,514 കോടി രൂപ. ബാക്കി കോൺട്രിബ്യൂഷൻ ഒക്കെ മിനിമം ആണ്. ഓയിൽ ഇന്ത്യയുടെ പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് 1200 കിലോമീറ്ററോളം അധികം നീളമുണ്ട്. അപ്പോൾ ഇത് ഏഷ്യയിലെ ഏറ്റവും പഴയതും അതുപോലെ റിലയബിൾ നെറ്റ്വർക്കിൽ ഒന്നാണ്. ഇപ്പോൾ ഇന്റർനാഷണലി ഓയിൽ ഇന്ത്യക്ക് ഡൈവേഴ്സിഫൈഡ് അസറ്റ്സ് ഉണ്ട്. ഇപ്പോൾ 7 രാജ്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, റഷ്യ അതുപോലെ മൊസാംബിക്കിൽ ഉൾപ്പെടെ. ഇനി നമുക്ക് ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം. ഓയിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് നിലവിൽ 71,668 കോടിയാണ്. ഇപ്പോൾ ക്യാഷ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ ഏകദേശം 38,810 കോടി വരും. അപ്പം ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ഏകദേശം 55% വരുന്നുണ്ട്. ഇനി ഇവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് IOCL 5.16% സ്റ്റേക്കാണ്. ഏകദേശം 10,343 കോടിയോളം വാല്യൂ ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ജോയിന്റ് വെഞ്ചറും അസോസിയേറ്റ്സും ഇക്വിറ്റി മെത്തേഡ് പ്രകാരമാണ് വാല്യൂ ചെയ്യപ്പെടുന്നത്. അപ്പോൾ 20,236 കോടിയുണ്ട്. ഇനി നമുക്ക് IOCLന്റെ പെർഫോമൻസ് നോക്കാം. ഇപ്പോൾ 5 ഇയർ സെയിൽസ് CAGR മോഡറേറ്റ് ലെവലായ 9%. പക്ഷേ 2025 ഫൈനാൻഷ്യലിൽ 100.29 MMT സെയിൽ വോളിയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 100.5 MMTയുടെ പൈപ്പ് ലൈൻ ത്രൂപുട്ടും. അപ്പോൾ ആദ്യമായിട്ട് 100 MMT എന്ന മാർക്ക് മറികടക്കുകയാണ്. അപ്പോൾ 5 വർഷമായിട്ട് പ്രോഫിറ്റ് CAGR 23% നിൽക്കുകയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാൻ നമുക്ക് നോക്കാം. ഓയിൽ ഇന്ത്യ അവരുടെ റിഫൈനിങ് കപ്പാസിറ്റി 80.8 MMTPA 2027 ഫൈനാൻഷ്യലിൽ 98 MMTPA ആയിട്ട് കൂട്ടാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ പെട്രോ കെമിക്കൽസ് അതുപോലെ ഓൾട്ടർനേറ്റ് എനർജിയിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. 2026 ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗൈഡൻസ് 33,494 കോടിയാണ്. 2025 ഫൈനാൻഷ്യലിൽ ഓയിൽ ഇന്ത്യയുടെ സെയിൽസ് 36,163 കോടിയിൽ തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ, അതായത് 0.03% മാർജിൻ ഡിക്ലൈനോടെ. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 5% കൂടിയതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10.77% ഇടിഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് ഗ്രോത്ത് റവന്യൂ ഗ്രോത്തിനേക്കാളും കൂടുതലായതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 34% നിന്ന് 31% കുറഞ്ഞു. ഇനി 2024 ഫൈനാൻഷ്യലിൽ 566 കോടി ലോസ് ആയിരുന്നു അതർ ഇൻകത്തിൽ. പക്ഷേ 2025 ഫൈനാൻഷ്യലിൽ അത് 1,666 കോടി പ്രോഫിറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇത് വലിയൊരു റിവേഴ്സലായിരുന്നു. അപ്പോൾ 0.86% നെറ്റ് പ്രോഫിറ്റ് കൂടിയതുകൊണ്ട് ഈ ഒരു ചേഞ്ച് ബോട്ടം ലൈനിൽ നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ വളർന്നു വരുന്ന ഓയിൽ ആൻഡ് ഗ്യാസിന് വേണ്ടി ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ 2040 90 MT ഓയിലും 11 MT ഗ്യാസും കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നേടാനായിട്ട് ഓയിൽ ഇന്ത്യക്ക് 15,000 മുതൽ 16,000 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടിവരും. അപ്പോൾ ഇതിൽ 9,113 കോടി നുമാലിഗർ റിഫൈനറിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ മൊസാംബിക്കിലുള്ള LNG പ്രൊജക്റ്റിൽ ഓയിൽ ഇന്ത്യ 10% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് 2025 തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ റിസർവ് റീപ്ലേസ്മെന്റ് റേഷ്യോ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു, അതായത് 0.97x നിന്ന് 0.94x. അപ്പോൾ ഇത് പറയുന്നത് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോ കാർബൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ റിസർവ്സ് അത്രയും ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. അപ്പോൾ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ പുതിയ ഗ്യാസ് വെൽസിന് പ്രീമിയം പ്രൈസ് കിട്ടുന്നത് ഗവൺമെന്റ് അലോക്കേഷനും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇത് വളരുന്നത് സ്ലോ ആയതുകൊണ്ട് റവന്യൂ കൂടുന്നത് ചെറുതായിട്ട് ഡിലേ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി മാർക്കറ്റ് കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ വാല്യൂ കുറയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അതർ ഇൻകത്തിൽ നിന്ന് അതുപോലെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധ്യതയുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 കമ്പനികൾക്കും നല്ല പോർഷൻ ക്യാഷ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് റിസർവ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വലിയൊരു പോർഷൻ തന്നെ ഇത് വരുന്നുണ്ട്.
പക്ഷേ ഈ ഒരു ഫണ്ടൊക്കെ എത്ര നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്ന് ആശ്രയിച്ചിട്ടിരിക്കും അവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യലൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഏത് കമ്പനിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയത്, അത് നിങ്ങൾക്ക് കമന്റ്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.